ചാനലുള്ള ആളാണോ? ആ ഓക്കെ, ചാനലുള്ള ആളാണല്ലേ. ഓൾറെഡി സബ്സ്ക്രൈബർ ആണോ? എന്താ സംഭവം മനസ്സിലായില്ലല്ലോ. ചാനൽ ചെക്കിങ് ചെയ്യാണ് കേട്ടാ. ആരെങ്കിലും പുതിയ ചാനലാണ്, സബ്സ്ക്രൈബർ ആണെങ്കിൽ ഞാൻ നോക്കാം കേട്ടോ. നിങ്ങളുടെ ചാനൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം, ചെക്ക് ചെയ്യാനുണ്ട്. ഓൾറെഡി യൂട്യൂബ് ടിപ്സ് ചാനലാണ്, അറിയാമെന്ന് വിചാരിക്കുന്നു. ആരാണ് വന്നതെന്ന് അറിയില്ല കേട്ടോ. കോക്രോച്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അടിപൊളി. CJP അടിപൊളിയാണ്. 120 സബ്സ്ക്രൈബർ. ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന കേട്ടാ. ഇത് ആർക്കെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളെ പുതിയ ചാനലാണോ, പുതിയ യൂട്യൂബാണോ, അല്ല പഴയതാണോ, വ്യൂസ് ഇല്ലാത്തതാണോ, സബ്സ്ക്രൈബർ ഇല്ലാത്തതാണോ, എന്താണ് പ്രശ്നം പറഞ്ഞാൽ മതി കേട്ടോ. നോക്കിയിട്ട് പറയാം. പുതിയ ചാനലാണ്. ഓക്കെ 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 ഓക്കെ, പുതിയ ചാനലാണോ? ഇത് ഷോർട്ട് വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. 97 സബ്സ്ക്രൈബർ ഉണ്ട്. ഓക്കെ, കയറിയിട്ടുണ്ട്. 35 വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ വലിയ ഇമ്പോർട്ടൻ്റ് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ മെയിനായിട്ട്. ചാനൽ പോയി. ചാനൽ പോകത്തില്ലല്ലോ, അതെന്തൊക്കെ? ചാനൽ അങ്ങനെ പോകത്തൊന്നുമില്ല. അത് കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നിട്ടല്ലോ. ചാനൽ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബ് പറയുന്ന പോലെ ചെയ്യുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. എൻ്റെ പോയി. എന്താണ് എന്താണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്? നിങ്ങൾ വീഡിയോസ് മാത്രം ഇടുകയാണോ? വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ല. വീഡിയോ ഉണ്ടല്ലോ ഇഷ്ടംപോലെ യൂട്യൂബിൽ തന്നെ ഉണ്ടല്ലോ വീഡിയോസ്. പക്ഷേ പ്യൂർ ഫുള്ളായിട്ടുള്ള 4000 വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റഡ് ആയിരുന്നു. അയ്യോ, 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ആയിട്ട് ചാനൽ പോയോ? ഓക്കെ, എന്താണ് എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഇതിപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നല്ല മെയിനായിട്ട് കണ്ടിട്ടില്ല, വല്ല കോപ്പിറൈറ്റ് വീഡിയോസ് കാണുന്നല്ല. ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടാൽ പോവും. അത് വീഡിയോസ് ആണെന്ന് അറിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ കോപ്പിറൈറ്റ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പോവും. ഇപ്പം നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പോവും. ഫുള്ള് വീഡിയോസ് ഇട്ടാലും അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം. ഇപ്പം നിങ്ങളിപ്പോൾ വീഡിയോസാണ് ഇടുന്നതെന്ന് വിചാരിച്ചോ, അതിലൊരു സ്റ്റോറി വേണം, അതിലൊരു കണ്ടന്റ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല എഡിറ്റിങ്ങിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനത്തെ എല്ലാം ആണെങ്കിൽ വീഡിയോസ് ഒരു കുഴപ്പമില്ല. നിങ്ങളെ ഫേസ് കാണിക്കേണ്ട നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ എങ്ങനെ ഇട്ടെന്ന് ഇപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തത്. നിങ്ങൾ വീഡിയോ എന്തെങ്കിലും കണ്ടാലേ, ഞങ്ങൾക്ക് ചാനൽ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ എന്തുകൊണ്ടാണ് പോയതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ വീഡിയോ തന്നെ കുറേ കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ വേറെ ആൾക്കാരുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെയ്തതാണോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ പോകും. ഫർണിച്ചർ ഫുട്ടർ ഫ്രാൻമിയർ ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്താണ്? അതെ, ചാനലില്ലല്ലോ, ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ചാനലിൻ്റെ പേരല്ല നിങ്ങളിപ്പോൾ പറഞ്ഞത്? അതായിരുന്നു ചാനലിൻ്റെ. ഫ്യൂച്ചർ ഫെയിംസ് എന്നാലും എന്താ വെച്ചാൽ അത് ചാനലില്ലല്ലോ, ഇപ്പം വീഡിയോസ് ഇല്ലല്ലോ. വീഡിയോസ് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ചിലപ്പോൾ എന്ത് കാറ്റഗറി നമുക്ക് ഇപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ എന്ത് കാറ്റഗറി എന്ന് അറിയാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട് കുട്ടികൾ. ഇപ്പം ഞാനൊരു ചാനലിൽ ഓൾറെഡി കാണിച്ചു തരുന്നുണ്ട്. ഫുൾ ആണ്, മ്യൂസിക്കാണ്. പക്ഷേ അതിൽ വോയിസ് ഓവർ ഇല്ല, മ്യൂസിക്കാണ്. പക്ഷെ സംഭവം എന്താ വെച്ചാൽ അതിനൊന്നും കോപ്പിറൈറ്റ് കിട്ടത്തില്ല കേട്ടോ. അങ്ങനത്തെ കുറേ ചാനലുകളുണ്ട് അപ്പം നിങ്ങൾ എന്താണ് ഇട്ടത്, എന്തുകൊണ്ടാണ് പോയതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കണ്ടാൽ മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ വരാം. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ ചാനൽ കാണിച്ചു തരാം. ഏതൊരു ചാനൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഹായ് ഹായ് ഹായ്.
ജസീലായി. ഓക്കെ. ആ നിങ്ങളുടെ ചാനൽ ഞാൻ ഓൾറെഡി ഇപ്പൊ കണ്ടതേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ കണ്ടിരുന്നു നിങ്ങളുടെ ചാനൽ ജസീൽ. ലോഗോ കണ്ടപ്പോൾ മനസ്സിലായി അതന്നെയാണോ നോക്കട്ടെ കേട്ടോ. പാട്ടാണ് കണ്ടത് ഞാൻ. ആ ഇതന്നെ തന്നെ. ഓക്കെ, ഞാൻ പാട്ട് ഷോർട്സിൽ പാട്ടാണ് കണ്ടത്. തന്നെയാണെന്ന് തോന്നുന്നു. ആ അതന്നെ തന്നെ ലാസ്റ്റ് വീഡിയോ ഇട്ടത്. അടിപൊളി കർത്തവില്ലാണ് ഏതോ ഒരു പാട്ട് ഞാൻ കണ്ടിന് കേട്ടാ. അത് ഞാൻ നിങ്ങളെ ലോഗോ കണ്ടപ്പോൾ മനസ്സിലായി ചാനൽ. ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ഇടാം. ഗ്രൂപ്പിലിട്ടപ്പോൾ ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയ. ഗ്രൂപ്പിൽ കണ്ടിട്ടാണ് ഓപ്പൺ ആക്കിയ കേട്ടാ. ഓക്കെ, ഞാൻ കണ്ടു. അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ലൈവ് ഒന്നും ഇടാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ കുറച്ച് കുറവാണ്. അപ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും, കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും. മറ്റേ ബ്രോ പോയോ ഉണ്ടോ? ബ്രോ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു ചാനൽ. ഓക്കെ, ഇതായിരുന്നു ചാനൽ. ഓ ഇതാ. ഓക്കെ. ഇതിൽ എന്താണ് വീഡിയോ? ഇപ്പോൾ ചാനൽ ഓൾറെഡി ആക്റ്റീവ് ആണോ? അപ്പോൾ മനസ്സിലായി. ഓക്കെ, ഇതിൽ ഓൾറെഡി ഓക്കെ. ഇതിൽ ഈ വീഡിയോ എവിടെയുള്ള ഷോർട്സാണ്. ഓക്കെ, നോക്കട്ടെ, ജസ്റ്റ് നോക്കട്ടെ കേട്ടോ. ലോങ് വീഡിയോയിലുള്ള ഷോർട്സ് മാത്രമേ ഉള്ളൂ. ചാനൽ നോക്കട്ടെ കേട്ടോ. ഇതിൽ കുറേ ലോങ് ഷോർട്സ് വീഡിയോ ഞാൻ കളഞ്ഞു. ഓക്കെ. കളഞ്ഞതാണോ? ഓക്കെ, നിങ്ങളുടെ ചിലപ്പോൾ ഇങ്ങനത്തെ ഇട്ടാലും പ്രശ്നമില്ലല്ലോ. നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ കേട്ടോ. വെയിറ്റ്. ഇത് ലൈവിലിട്ടിരിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നത് ലൈവിലാണോ? വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയത് ലൈവിലാണോ? വാച്ചിങ് അവേഴ്സ് ലൈവിലാണല്ലോ ഏറ്റവും കൂടുതൽ കാണിക്കുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലൈവിനായിരിക്കും പ്രശ്നം, അല്ലാണ്ട് ഈ വീഡിയോ ഇട്ടതായിരിക്കില്ല. ലൈവിൽ വോയിസ് ഉണ്ടാവില്ല. നോക്കട്ടെ. ലൈവ് നോക്കട്ടെ കേട്ടോ. നിങ്ങളുടെ ചാനലിൻ്റെ ഇത് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് നോക്കിനാ? എനിക്കിപ്പോൾ ഇവിടെ ചാനൽ ചെക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജിമെയിലിന് പാസ്വേഡ് തന്നാൽ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതിലുണ്ട്, ഇവിടെ കയറിയിട്ടൊന്ന് നോക്കണം കേട്ടോ. വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ടോപ്പിലുള്ള ലോഗോയിൽ കേട്ടോ, ഈ ലോഗോ അല്ല, ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടാമത്തെ സെക്ഷൻ സെറ്റിങ്സിൻ്റെ താഴെ അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക കേട്ടോ. അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന് കാണിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കുക കേട്ടോ. എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അവിടെ എന്തെങ്കിലും വാണിംഗ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഓൾറെഡി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ, ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തിട്ട് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ എന്നാലേ നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇൻകറപ്ഷൻ കണ്ടന്റ് എന്നാ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് തന്നെ, അത് നിങ്ങളുടെ ചിലപ്പോൾ ഒന്നുകിൽ ലൈവിൽ റിപ്പീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ വീഡിയോസ് 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും. ഫർണിച്ചർ ഹായ് ഞാൻ കണ്ടു കമൻറ്റ് കണ്ടു. ഹായ്, വെയിറ്റ്, ഞാൻ ചാനൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്നെങ്കിൽ തമ്പനയിൽ സെയിം തമ്പനയിൽ കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരിക. പിന്നെ ഷോർട്സിൻ്റെ നിങ്ങൾ ഈ ലൈവ് ഇട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ ഷോർട്സ് ഇട്ടിട്ടുണ്ടല്ലോ,
ഇങ്ങനത്തെ AI-ക്കൊന്നും പ്രശ്നമില്ല. ഇങ്ങനെ ഇട്ടാൽ ആരാണ് നിങ്ങളുടെ പറഞ്ഞ AI വീഡിയോ ഇട്ടിട്ടാണ് പോയതെന്ന്? AI വീഡിയോക്കൊന്നും പ്രശ്നമില്ലല്ലോ. അത് ലൈവ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചുതരാട്ടോ. ഇതിൽ എൻ്റെ പഴയ വീഡിയോൻ്റെ താഴത്തുണ്ടാവും. അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോക്കട്ടെ. ഇതിൽ ഞാൻ കുറേ വീഡിയോസിനും വോയിസ് ഓവറും കൊടുത്തിട്ടുണ്ട്. വോയിസ് ഓവറൊക്കെ കൊടുത്താലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ ലൈവിന്, എനിക്കിവിടെ കണ്ടിടത്തേക്ക് ലൈവിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം ചില ലൈവ് നിങ്ങൾ സ്ക്രീൻ മൂവിങ് ഇല്ലാതെ, മൂവ്മെൻ്റ് ഇല്ലാതെ വെറും സ്റ്റിക്കർ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. വെറും ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇമേജ് ഓൾറെഡി ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിപ്പോൾ ആ ലൈവ് വാട്സപ്പ് ചാനലിലുള്ള ഇതിലാണ് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ വാട്സപ്പ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചാനലിൽ ലോഗോയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അതിൽ ജോയിൻ ചെയ്യാൻ മതി. എൻ്റെ വാട്സപ്പ് നമ്പർ ഇല്ലെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് കേട്ടോ. അങ്ങനെ എടുത്താൽ മതി. അല്ല ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. അങ്ങനെ നോക്കാം കേട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് വെച്ചാൽ മതി എന്താണ് സംഭവം നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെന്താ വെച്ചാൽ ഫർണിച്ചർ വ്ളോഗ് ഫർണിച്ചർ പോയാ അതേപോലെയാണ് ഈ ഫർണിച്ചർ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നില്ലേ, കമൻ്റ് ഇട്ടില്ലേ. അവരുടെ ഏണിങ്സ് എല്ലാം വന്ന ചാനലാണ്. എത്ര 90 സംതിങ് എന്തോ 100 ആവും തികയാൻ നിൽക്കായിരുന്നു. അപ്പോഴേക്കാണ് അവരെ മോണിറ്റേഷൻ കട്ടായി പോയത് കേട്ടോ. ഓക്കെ നിങ്ങളെ പോലെ തന്നെ ആയതാ. അവരെ ചാനൽ മോണിറ്റേഷൻ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ഡേറ്റ് ഉണ്ടാവില്ല, ടൈം, അത് എത്രയെന്ന് നോക്കിയാൽ മതി കേട്ടോ. അത് നെക്സ്റ്റ് എത്ര മാസം കൊണ്ട് നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടാം. രണ്ടാമത് റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനായിട്ട് മുമ്പ് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്തു തരാം. നോക്കട്ടോ. നിങ്ങളേതായാലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ വേറെന്താണ്? ഓക്കെ, വേറെ ആരും ഇല്ലല്ലോ. കുറേ ആൾക്കാരെ കാണുന്നുണ്ടായി. 10 ആൾക്കാരൊന്നും ഉണ്ടായില്ല. എല്ലാവരും പോയാ. ഇപ്പം ഫർണിച്ചർ വ്ളോഗ് മാത്രമേ ഉള്ളൂ 3 മാസത്തേക്ക്. നിങ്ങളല്ല, ഞാൻ ചോദിച്ചത് മറ്റേ ആളാണ്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങളെ 3 മാസത്തേക്ക് ഇപ്പോൾ 1 മാസം ആവാറായല്ലോ. ഞാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഓക്കെ, നോക്കാം. അപ്പോഴത്തേക്കാകുമ്പോൾ നിങ്ങളെല്ലാം ക്ലിയർ ചെയ്താൽ മതി കേട്ടാ. നിങ്ങളുടെ AI വീഡിയോസ് ഇട്ടുകൊണ്ടാണ് പോയത്. കുറെ ആൾക്കാർ പറയുന്നത് AI വീഡിയോ ഇട്ടാൽ പോകുന്നുണ്ടെന്ന്. പോകുന്നൊന്നുമില്ല അങ്ങനെ. പക്ഷെ അത് ഇടുന്നത് വെറും ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ AI ഇടുമ്പോഴത്തേക്കാണ് പ്രശ്നം വരുന്നുള്ളത്. വലിയ ലോങ് വീഡിയോ ഒന്നും AI ഇട്ടാലൊന്നും പ്രശ്നമൊന്നുമില്ല. ചാനൽ കോംപാക്ട് യുവർ സിസ്റ്റം. ഇതെന്താണ്? റിവേഴ്സ് യുവർ ഫോർവേഡ്. ഓക്കെ ഞാൻ കണ്ടു കേട്ടാ. കണ്ടു മെസ്സേജ് കണ്ടു. വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അത്ര ഇനി 1.5 മാസം. ഓക്കെ, 1.5 മാസം ഉണ്ടോ? അതായി എക്സ്പ്ലനേഷൻ. അങ്ങനെയാണോ എക്സ്പ്ലനേഷൻ വന്നിട്ടുള്ളത്? അതാണോ നിങ്ങളിവിടെ പറഞ്ഞത്? ഓക്കെ. നിങ്ങൾക്ക് എത്ര ദിവസം ഇപ്പോൾ ബാക്കിയുണ്ട്? മോണിറ്റേഷൻ റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം ബാക്കിയുണ്ട്? കുറേ ദിവസം ഉണ്ടോ? അഭിഷേക് രാജു. ഓക്കെ, അഭിഷേക് രാജു ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ. കുഴപ്പമില്ല, ഞാൻ നോക്കാം. ഇതിൽ വേറെ അല്ല പേര്. കുഴപ്പമില്ല. നിങ്ങളുടെ ഇവിടെ ചാനൽ കണ്ടപ്പം വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഓക്കെ,
ഇവിടെ നമുക്ക് ചാനലിൽ വലിയ പ്രശ്നമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾ ഇട്ടിട്ടുള്ളത് സ്വന്തം വീഡിയോസ് ഒന്നുമല്ല, എല്ലാം വേറെ വേറെ വീഡിയോസാണ്. ശരിയാണ്. അത് ചാനല് ജിമെയിൽ ഐ ഡി നോക്കിയാലേ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങളെങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ ചോദിക്കാം. ഞാൻ ഫ്രീ ഉള്ള സമയത്ത് നിങ്ങൾ ജിമെയിൽ ഐ ഡിയും പാസ്വേഡ് അയച്ചാൽ മതി ചേട്ടാ. ചെക്ക് ചെയ്തിട്ട് എന്താണോ നോക്കിയിട്ട് പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ കേട്ടോ. വേറെ ആർക്കെങ്കിലും ഒരു മാസം? ഓ, അതിന് ഒരു മാസമേ ഉള്ളൂ. ഒരു മാസം ഇപ്പം 4 പ്രാവശ്യം ഉറങ്ങിയിട്ട് എണീക്കുമ്പോഴത്തേക്ക് ഒരു മാസം പോകും. അപ്പം അതിൻ്റെ മുമ്പ് ക്ലിയർ ആക്കണം കേട്ടോ. നിങ്ങൾ രണ്ടാമത് റീ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം 100% ഓക്കെ ആയതിനു ശേഷം മാത്രം കൊടുക്കുക. പിന്നെ മാത്രമല്ല, നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് ഫുൾ ക്ലിയർ ആയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനായിട്ട് മുമ്പ് ഇപ്പം ഇന്ന് ക്ലിയർ ചെയ്തിട്ട് നാളെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഹായ് അഷ്റഫ് ഖാൻ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഹായ് ഹായ് ഹായ്. ആരാണിത്? മനസ്സിലായില്ലല്ലോ. ചാനല് ആരാണെന്ന് മനസ്സിലായില്ല. ചാനലുള്ള ആരോ ഗ്രൂപ്പിലുള്ള ആളാണോ? അഭിനവ്. അഭിനവാ? ഓക്കെ 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 ഓക്കെ. അഭിനവ് ന്യൂസ്. പക്ഷെ വീഡിയോ ഒന്നും ഇല്ലല്ലോ, ചാനലല്ലല്ലേ. ഓക്കെ, അഭിനവ് ആരാന്ന് അറിയുന്ന ആളാണോ? അഷ്റഫ് ഖാൻ വിളിക്കുന്നുണ്ട്. ഫിലിം ആക്ടറാ? ഫിലിം ആക്ടർ അഭിനവ് ആരാന്ന്? ഫിലിം ആക്ടർ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അഭിനവ് ന്യൂസ്. ഓക്കെ. DJ ആക്കാൻ പറ്റുമോ? വീഡിയോ ഇടാൻ? പിന്നെ വീഡിയോ മാപ്പിളപ്പാട്ട് നിർമ്മിക്കാൻ പറ്റും, സിനിമ പാട്ട് നിർമ്മിക്കാൻ പറ്റും, എല്ലാ പാട്ടും നിർമ്മിക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ചാനലിൽ തന്നെ. ഒരു 2, 3, 4 ദിവസം, 9, 10 ദിവസം മുമ്പ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ അല്ല, അതിനായിട്ട് മുമ്പത്തെ വീഡിയോസ്. ഓക്കെ, നിങ്ങൾക്ക് സിനിമ പാട്ട് നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിൽ തംബ്നെയിലുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ലാബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് കേട്ടോ. ഗൂഗിൾ ലാബ്സിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, സ്ക്രിപ്റ്റ് അല്ല, നിങ്ങളുടെ ഇത് എന്താണ്, നിങ്ങളെ എന്താണോ സോങ് നിർമ്മിക്കേണ്ടത് അതിൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സോങ് ആയിട്ട് കിട്ടും. നല്ല അടിപൊളി പെർഫെക്റ്റ് മലയാളം എന്താണ് ഏത് ലാംഗ്വേജിലാണെങ്കിലും നല്ല ക്ലിയർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതിൽ ഒന്ന് നോക്കിയാൽ മതി, ഗൂഗിൾ ലാബ്സ്. ഓക്കെ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാനതിൽ 2, 3, 4 മാപ്പിളപ്പാട്ട് ഓൾറെഡി നിർമ്മിച്ച് കഴിഞ്ഞു. ആ മാപ്പിളപ്പാട്ട് വേറെ ചാനലിലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കേൾപ്പിച്ചു തരാൻ നോക്കട്ടെ. ഞാൻ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലെ ഇട്ടിട്ടുണ്ട്. വെറുതെ ചുമ്മാ ഇട്ടതാണ്, ചാനലിന് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ മോണിറ്റേഷൻ കിട്ടിയാൽ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. നമ്മളെ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരുണ്ടല്ലോ. കുറേ പ്രാവശ്യം മോണിറ്റേഷൻ കട്ടായ ആൾക്കാരുണ്ട്, കുറേ പ്രാവശ്യം പോയ ആൾക്കാരുണ്ട്, ചാനൽ കട്ടായി പോയ ആൾക്കാരുണ്ട്. ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചാനൽ കേട്ടോ. ഞാനിതിൽ ഇട്ട പാട്ട് കേൾപ്പിച്ചാലോ. ഇതിൽ കുഴപ്പമില്ല, ഇതിൽ കോപ്പറേറ്റ് ഒന്നും കിട്ടത്തില്ല. ഞാൻ നിർമ്മിച്ച പാട്ടാണ്. മധുരം പോലെ നീ വന്നോ എൻ ജീവിതത്തിൽ, മഴവില്ലിൻ നിറങ്ങൾ ചാർത്തി സ്വപ്നങ്ങൾ തീർത്തോ മനസ്സിൽ. കണ്ണുകളിൽ നിൻ പേര് എഴുതും ഓരോ നിമിഷവും ഞാൻ, കാറ്റിലൂടെ ദുആയായി വരും നിന്റെ സ്നേഹഗാനം. ഹബീബി അങ്ങനെയാണ് വരിക കേട്ടാ. വേറൊരു പാട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു.
സ്വപ്നമിത് ഈ അസുലഭ സുരവില നിർവൃതിയ മണവാട്ടിയണികൾ. ഇത് വേറെ ഒന്നുമില്ല, ഇത് നല്ലൊരു അടിപൊളി മാപ്പിള പാട്ടുണ്ടല്ലോ, അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ വേറെ ടൂണിൽ കിട്ടി, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. കുറേ മാപ്പിളപ്പാട്ട് അതുപോലെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, എവിടെയോ ആണോ മ്യൂസിക് സെക്ഷനിലെല്ലാം ഉണ്ടാവും. ഒന്ന് രണ്ടൊന്നുമില്ല, ഞാൻ കുറേ ഓൾറെഡി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതല്ലാതെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഏത് പാട്ട് വേണമെങ്കിൽ നിർമ്മിക്കാം. നിങ്ങളിപ്പോൾ പേര് വെച്ചിട്ട് വേണോ, അല്ല കുട്ടികളെ വേറെ എന്തെങ്കിലും പരിപാടിക്ക്, ഫംഗ്ഷന്, ബർത്ത്ഡേ പാർട്ടിക്ക്, എന്തിനു വേണമെങ്കിൽ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ കേട്ടോ. ജിമിനി ആപ്പിലും പറ്റുന്നുണ്ട്. ജിമിനി ആപ്പിൽ കുറച്ച് സെക്കൻഡ് നമുക്ക് കിട്ടത്തുള്ളൂ, ചെറിയൊരു കുറച്ച് സമയം മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിലാകുമ്പോൾ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. നമ്മളെ സ്ക്രിപ്റ്റ് എത്രത്തോളം ഉണ്ട് അത്രത്തോളം കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ, എവിടെയെങ്കിലും ഉണ്ടാവും, ഫയല് ഓഡിയോയിലുണ്ടാവും. ഇതൊക്കെ അതിൽ നിർമ്മിച്ചതാണ്. കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത് കൺസെപ്റ്റ് വരണം കേട്ടോ. മനതാരിൽ പൂവായി നീ വന്നേ, നീ വന്നേ. കേൾക്കുന്നുണ്ടാ? സൗണ്ട് കേൾക്കുന്നുണ്ടാ? പാട്ട് കേൾക്കുന്നുണ്ടാ? മലർചുണ്ടിൽ തേൻമൊഴി ചൊല്ലിടേ, ചൊല്ലിടേ. കണ്ണീരിൻ രാവുകൾ ദൂരമായി, ദൂരമായി. കനവുകൾ പൊന്നീലാവാ. കുറച്ച് തെറ്റുകളെല്ലാം ഉണ്ടാവും, രണ്ടാമത് ശരിയാക്കി എടുക്കാൻ പറ്റുമട്ടെ നമുക്ക്. അത് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ്. ചിലതെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. മനതാരിലണഞ്ഞല്ലോ നബൂബക്കർ. ഇല്ല, ഇത് കോപ്പിറൈറ്റ് കിട്ടത്തില്ല. ഇത് എൻ്റെ സോങ് ആണ്, ഞാൻ AI വെച്ചിട്ട് നിർമ്മിച്ച സോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടത്തില്ല. ഇത് വേറെ ആൾക്കാരുടെ സോങ് അല്ല, വേറെ ആളുടെ സോങ് ആണെങ്കിൽ മാത്രമാണ് കോപ്പിറൈറ്റ് കിട്ടത്തുള്ളൂ. മനവിൽ പുതുവാർത്തയുരത്തു ചുങ്കി, ഉരകേട്ടുടനെ പള്ളി വിരി, ഉബൈദ് എന്നും കെട്ടിപ്പിടുത്ത് പിടുത്തത്തെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കുറേ വീഡിയോ അങ്ങനത്തെ കുറേ പാട്ട് ഞാൻ നിർമ്മിച്ചിട്ടുണ്ടായി, ഒരുപാട് പാട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഞാൻ AI വെച്ചിട്ട് നിർമ്മിച്ച പാട്ടാണ്. മഞ്ഞു രാവിൽ വീണു, ഹബീബി, കുറേ അങ്ങനത്തെ സോങ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോനോ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. സുനോ ആപ്പ് വെച്ചിട്ട് നിർമ്മിച്ചാൽ ഓക്കെയാണ്. പക്ഷെ സുനോ ആപ്പിലൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ അറിയില്ലല്ലോ. സുനോ ആപ്പിൽ AI വെച്ച് നിർമ്മിക്കാൻ പറ്റുന്നുണ്ട്, അറിയില്ല. ഞാൻ അത് കറക്റ്റായിട്ട് മലയാളത്തിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഞാനിത് ഗൂഗിൾ ലാബ്സ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതിലാണ്. ഓക്കെ, ചിമ്മിൻ വ്ളോഗ് വന്ന് ലൈവ് കട്ട് ചെയ്താ. ഞാൻ ലൈവിൽ കയറിയിട്ട് ഞാൻ ലൈവിൽ വരുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നെ അവിടെ പറയാത്തതാ, അതായത് ഞാൻ ലൈവിൽ പോകുന്നുണ്ട് വരണമെന്നൊന്നും പറയാത്തതാ. അവിടെ നിങ്ങൾ ലൈവിൽ ആൾക്കാരെല്ലാം പിന്നെ ഇങ്ങോട്ടേക്ക് ഓടി വരണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ഗ്രൂപ്പിലുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാതെ നേരെ സ്കിപ്പ് അടിച്ച് വന്നതാ. ഓക്കെ, ലൈവ് തുടങ്ങിയതേ ഉള്ളൂ. ഇല്ല, ഞാൻ കുറച്ച് സമയമായി, എത്ര അരമണിക്കൂറായി ലൈവ് കട്ടാക്കിയായിരുന്നു. ഞാൻ മറ്റേ ചാനലിൽ ഒരു സൂപ്പർ സോങ് ക്രിയേറ്റ് ചെയ്തു ഇട്ടിരുന്നു, ഡിലീറ്റ് ആക്കി. ഞാൻ എന്തിനാണ് ഡിലീറ്റ് ആക്കിയത്? കോപ്പിറൈറ്റ് വന്നോ? സൂപ്പർ സോങ് ക്രിയേറ്റ് ചെയ്തു ഓക്കെ, ഇട്ടിരുന്നു, ഡിലീറ്റ് ആക്കി. അതെന്താ, അത് വർക്കാവില്ല എന്ന് വിചാരിച്ചിട്ടാണോ? അത് ഒരു വീഡിയോ 2 വീഡിയോ ഒന്നും ഇട്ട് കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് സബ്സ്ക്രൈബർ വാച്ചിങ് അവേഴ്സ് ഒന്നും കൂടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കുറേ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്
ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വരും. 0 സബ്സ്ക്രൈബർ ഉണ്ടെന്ന് മുകളിൽ ഇപ്പോൾ ഞാനിപ്പോൾ ആകെ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് 2 സബ്സ്ക്രൈബർ എത്ര 1 സബ്സ്ക്രൈബർ പോലും ഇല്ല. വ്യൂസ് കയറിയിട്ടുണ്ട് 1, 4, 5 വ്യൂസ്. ഇതിപ്പോൾ പുതിയ ചാനലായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കയറൂല. അതേ സ്ഥാനത്ത് ഞാൻ വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും AI വെച്ചിട്ടാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത്. കുട്ടികളെ കിഡ്സ് ചാനലാണ്. അതും സോങ് ആണ് നിർമ്മിച്ചിട്ടുള്ളത് ഞാൻ ഫുള്ള്. ആ വീഡിയോസിന് നല്ല അടിപൊളി 4K 5K എല്ലാം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. വെറും 40 സബ്സ്ക്രൈബർ ഉള്ളൂ കേട്ടോ. വെറും 40 സബ്സ്ക്രൈബർ ഉള്ളൂ. 4K 5K എല്ലാം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ചില വീഡിയോക്കെല്ലാം 2K 1.K മിനിമം 4K കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ചാനൽ തുടങ്ങാം. ചിമ്മിൻ വ്ളോഗ് കുറേ ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് തീർക്കാനൊക്കെ എന്താണ് വേണേ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇക്കയുടെ ലൈവ് കണ്ടത്. സപ്പോർട്ട് ചെയ്യാനാ ആരാ? ഞാൻ മറ്റേ ചാനലിൽ നോക്കാം. അത് ഞാൻ വായിച്ചു. സപ്പോർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇക്കയുടെ ലൈവ് കണ്ടത്. ഓക്കെ അങ്ങനെയാണോ? ഗ്രൂപ്പിലുള്ളവരെ ഇക്ക വേറെ ആൾക്കാരാണ്. ഗ്രൂപ്പിലുള്ള ആൾക്കാരല്ല വേറെ ആൾക്കാരാണ്. ഓക്കെ ഇത് നിങ്ങളെ ലൈവിലുണ്ടായതാ. ഓക്കെ 2 മണിക്കൂർ ഇരുന്നു കേൾക്കാൻ വന്നിരുന്നു. എന്നെ എങ്ങനെ സംസാരിക്കാൻ വെച്ചത് ആൾക്കാർ ഉണ്ടായിരുന്നു. ഓക്കെ അങ്ങനെ പിന്നെ സ്റ്റാർ ഞാനത് ചുമ്മാ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഓൾറെഡി നിങ്ങളെ ലൈവില് ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു ലൈവ് ഉണ്ടാകുന്നെന്ന് കാര്യം. ഇല്ല ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഡയറക്റ്റ് ലൈവ് ഇട്ട് ലൈവിൻ്റെ ഇത് ലിങ്ക് അയച്ചു കൊടുത്ത്. പുതിയ ചാനലിലേക്കാ തുടങ്ങിയോ? ഞാൻ സബ് ചെയ്യാം. ഞാൻ പുതിയ ചാനൽ എത്ര ഞാൻ ഓരോരു ചിലപ്പോൾ വെറുതെ ഇല്ലാണ്ട് ഒരു ചാനൽ തുടങ്ങും. പക്ഷെ അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്കാവും. ഇപ്പം ഇതിൽ നല്ല 4K 5K വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചാനൽ തുടങ്ങുന്നത് വെച്ചാൽ ഇപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ചാനൽ ജസ്റ്റ് നമ്മളെ ഗ്രൂപ്പിൽ പെട്ടാരെങ്കിലും ചാനൽ പെട്ടെന്ന് അടിച്ചു പോയി എന്ന് വിചാരിച്ചോ. ഇപ്പം അങ്ങനെ കുറേ ആൾക്കാർ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല അടിപൊളി ഒരു കോൺഫിഡൻസ് ഇങ്ങനത്തെ ലൈവ് AI വീഡിയോസ് എല്ലാം ഇടാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവരെ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ്. ചിലപ്പോൾ മോണിറ്റേഷൻ ആവാനായിരിക്കും, ചിലപ്പോൾ നല്ല വാച്ചിങ് ഹവേഴ്സ് എല്ലാം പകുതിയെല്ലാം കയറിയിട്ടായിരിക്കും. അവർ കണ്ടിന്യൂ ചെയ്താൽ മതി. എനിക്ക് സമയമില്ലല്ലോ ഇത് പിന്നെ അതേപോലെ ലൈവ് ഇടാനും ഇതാക്കാനൊന്നും എനിക്ക് സമയമില്ലല്ലോ. വീഡിയോ അതിലും അപ്ലോഡ് ചെയ്യണം, ഇതിലും അപ്ലോഡ് ചെയ്യണം. അപ്പം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടന്റിനെ കുറിച്ചിട്ടായിരിക്കും അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാച്ചിങ് ഹവേഴ്സ് കൂടിപ്പോകും. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ചാനൽ പോയി കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, നല്ല ഗ്രൂപ്പിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. വേറെ ഒന്നല്ല. അപ്പം അങ്ങനെ കുറേ ചാനൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് സബ്സ്ക്രൈബറെല്ലാം ഉണ്ടെങ്കിൽ ഒരു 500,000 സബ്സ്ക്രൈബറെല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാച്ചിങ് ഹവേഴ്സ് ഒരു പകുതിയിലെ വാച്ചിങ് ഹവേഴ്സ് എല്ലാം ആയിട്ടുണ്ടെങ്കിലും നമ്മളെ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് സഹായമാവുമല്ലോ, സപ്പോർട്ടായല്ലോ. പൈസ ഒന്നും മേടിച്ചിട്ടല്ല കേട്ടോ, ഫ്രീ ആയിട്ടാണ്. പുതിയ ചാനലിലേക്ക് തുടങ്ങിയാൽ ഞാൻ സബ് ചെയ്യാം. ഓക്കെ സബ് ചെയ്തോളൂ. ഞാൻ ചാനലിൽ ലിങ്ക് അയച്ചുതരാം. ഗ്രൂപ്പിൽ ഇടാറുണ്ടല്ലോ ഞാൻ. അത് നോക്കലൊന്നും ഇല്ലല്ലോ. അപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് കൊടുത്തു കഴിഞ്ഞോ? ഇല്ല അതന്നെ ഞാൻ പറഞ്ഞു. അതന്നെ ഇപ്പം കാണിച്ച ചാനല്. ഫേസ്ബുക്കിൽ AI വീഡിയോ ഇടുന്നത് പ്രോബ്ലം ഉണ്ടോ? AI വീഡിയോ ഇപ്പൊ AI കാലമാണ്. AI വീഡിയോ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇടുന്ന സംഭവം ഫേസ്ബുക്കിലാണെങ്കിലും പ്രശ്നം എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു AI ആകെ ലിമിറ്റേഷൻ ഉള്ളത് 6 മിനിറ്റുള്ള വീഡിയോസാണ്. 6 സെക്കൻഡ് 7 സെക്കൻഡ് 10 സെക്കൻഡിൻ്റെ ഉള്ളിലാണ്. പക്ഷെ നമ്മൾ AI വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ആ 10 സെക്കൻഡുള്ള വീഡിയോസ് അതേപടി ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ്. വൈറ്റ് ക്രിയേറ്റിൽ നമുക്ക് ഏത് വീഡിയോസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു സ്റ്റോറി രൂപത്തിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നം വരത്തില്ല. അത് ഇപ്പം അങ്ങനത്തെ ഇഷ്ടം പോലെ ഹിന്ദി ചാനലിൽ നിങ്ങൾ കാണുന്നല്ലേ AI സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് സംഭവം നടക്കും 10 സെക്കൻഡ് 20 സെക്കൻഡ് 30 സെക്കൻഡ് വീഡിയോസ് ഒന്നിച്ച് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാണ്. ഫുൾ ഒരു ലെങ്ത്തുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ AI വീഡിയോക്ക് ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം ഉണ്ടാക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഷോർട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു വൈറ്റ് ക്രിയേറ്റിൽ പോകും.
എന്നിട്ട് നമ്മൾ ഫോട്ടോസ് ഇട്ട് കൊടുക്കും, എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുക്കും. അപ്പോൾ ഒരു 6 സെക്കൻഡ് 7 സെക്കൻഡുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് തരും. അത് ഡയറക്റ്റ് അതേപോലെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഇട്ടാൽ പ്രശ്നമാണ്, അത് വീഡിയോസ് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. പക്ഷെ അതിലൊരു സ്റ്റോറി ഉണ്ടാവത്തില്ല, ഒരു കണ്ടന്റ് ഉണ്ടാവത്തില്ല, ഒന്നുമില്ല. അത് മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് തട്ടിക്കളയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സ്റ്റോറി രൂപത്തിൽ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസ് ഉണ്ടാവത്തില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. ഓക്കെ, ഞാൻ അതിലൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഷോർട്സിൽ വൈറ്റ് ക്രിയേറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ഞാനതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ചാനൽ കുറേ ആൾക്കാർ വീഡിയോസ് വർക്കൗട്ട് ആവാത്തതെന്ന്. നോക്കാറുണ്ട്, ചില സമയത്ത് ആരും ഗ്രൂപ്പിൽ കാണുന്നില്ല. ഞാൻ 2-3 പ്രാവശ്യം ലിങ്ക് അയച്ചിരുന്നു, പക്ഷേ ഗ്രൂപ്പിൽ വലിയ സപ്പോർട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ പോയിന്, പിന്നെ അതിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, നമ്പർ വരെ കോണ്ടാക്ട് നമ്പർ അതൊക്കെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രൂപ്പിൽ വലിയ കാര്യമില്ല. ഗ്രൂപ്പിൽ മെയിനായിട്ട് എന്താണ് സംഭവം, ഗ്രൂപ്പിൽ മെയിനായിട്ട് നമ്മുടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഷോർട്സ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഷോർട്ട് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഞാൻ ഫുള്ള് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടതെന്ന് ഞാൻ ഫുള്ള് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ലീവായിരുന്നു, ഷോപ്പ് ലീവായിരുന്നു, ചിമ്മിൻ ബ്ലോഗ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് ലീവ് ആക്കേണ്ടി വന്നു, വേറെ കാരണം കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ലൈവിൽ ഇപ്പം വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റത്തില്ല ഈ സമയത്തൊന്നും ലൈവിൽ. അപ്പോൾ ഇന്ന് ഷോപ്പ് ക്ലോസ് ആയതുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ ഓൾറെഡി ഷോർട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, വൈറ്റ് ക്രിയേറ്റ് വെച്ചിട്ട്. അപ്പോൾ അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വ്യൂസ് വരാത്തത്, നിങ്ങളെ ചാനലിൽ ഇങ്ങനെ പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഷോർട്സിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്രിയേറ്റ് ഉണ്ടല്ലോ യൂട്യൂബിൻ്റെ, അതിലെങ്ങനെയാണ് ഷോർട്സ് ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റിയാക്ഷൻ വീഡിയോക്ക് 7 വോയിസ് 2 എണ്ണത്തിൽ 7 വോയിസാ വീഡിയോക്ക് 7 വോയിസ് 2 എണ്ണത്തിലുണ്ട്. അത് കുഴപ്പമുണ്ടോ? അത് ഡിലീറ്റ് ചെയ്യണം. വീഡിയോക്ക് 7 വോയിസ് മനസ്സിലായില്ലല്ലോ. 7 വോയിസ് 2 എണ്ണത്തിലുണ്ട്. 7 വ്യൂസ് എന്നാണോ ഉദ്ദേശിച്ചത്? വോയിസ് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. 7 വ്യൂസ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഡിലീറ്റ് ചെയ്യരുത്. 7 വ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വോയിസ് എന്നാ. ഓക്കെ വോയിസ്, അത് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ഏത് വീഡിയോസാണ് ഇട്ടതെന്ന് അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ നോക്കട്ടെ കേട്ടോ, നിങ്ങളെ വീഡിയോ ഏതാണ് പറഞ്ഞത് നോക്കട്ടെ. നിങ്ങൾ പിന്നെ അതന്നെ പിന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഷോർട്സ് വീഡിയോക്ക് വോയിസ് കൊടുത്തിട്ടുണ്ട്. 2 ഷോർട്സ്. ഏത് കപ്പലണ്ടി? അതാ തൊട്ടുള്ള കപ്പലണ്ടി പൊളിക്കാൻ, അതാണോ വീഡിയോ? താജ്മഹലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വേറെന്താണ്? അടിപൊളി വീഡിയോ. അതല്ല, ഞാൻ ലിങ്ക് അയച്ചു തരാം. അങ്ങനെ താഴെ കാണും. താഴെയാണോ ലിങ്ക് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ? ഞാൻ എൻ്റെ വാട്സപ്പിലല്ലല്ലോ, ഞാൻ വാട്സപ്പിൽ മൊബൈലിൽ ലൈവ് ഇടാണല്ലോ. ഞാനിവിടെ നോക്കുന്നുള്ള കമ്പ്യൂട്ടറിലാണ്. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഷോർട്സിനല്ല ഇത് കുഴപ്പം വന്നത്. നിങ്ങളുടെ കുഴപ്പം വന്നത് മറ്റേ ഈനാണ്. എന്താണ്? ലൈവിനല്ലേ? ലൈവിനല്ലേ?
പിന്നെ ഓക്കെ ഓക്കെ, പിന്നെ നോക്കാം. അതൊക്കെയാണ്. അപ്പോൾ ഗ്രൂപ്പിലുള്ള ഒരാൾ പോലും വന്നിട്ടില്ല കേട്ടാ നമ്മളെ ലൈവിലേക്ക്. ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, ആരും വന്നിട്ടില്ല. അപ്പം അത് ഫർണിച്ചർ ബ്ലോഗ് മാത്രം വന്നിട്ടുണ്ട്. അതില്ലേ ഗ്രൂപ്പിൽ കണ്ടതാണോ എന്നറിയില്ല. പിന്നെ ഒന്നുണ്ട്, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഗ്രൂപ്പിൽ ഏത് സമയത്ത്, ഇപ്പം ചിലപ്പോൾ ജോലി സമയത്തായിരിക്കും, തിരക്ക് സമയത്ത്. ഇപ്പം ഞാനാണെങ്കിൽ ഗ്രൂപ്പ് നോക്കുന്നത് എപ്പോഴാണ്, ഞാൻ ഉച്ചയ്ക്ക് 2-3 മണിക്ക് ശേഷം രാത്രി 11 മണി വരെ ഗ്രൂപ്പിൽ നോക്കലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിൽ എന്തെങ്കിലും ലിങ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കയറാനൊന്നും കിട്ടാറില്ല. ഞാൻ ഗ്രൂപ്പിൽ ലൈവ് ഇടുമ്പോൾ ശരിയായില്ല. അത് ഒരുമിച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് പ്രോബ്ലമായി. അപ്പോൾ ഓക്കെ ഇട്ടിരിക്കുന്നു. ഓക്കെ ഞാൻ നോക്കാട്ടാ. ഇത് സംഭവം അതാണ്, ഞാൻ ചിലപ്പോൾ രാത്രി അവിടെ തിരക്കുള്ള സമയത്തൊന്നും ലിങ്കിൽ കയറിയിട്ട് നോക്കാൻ പറ്റത്തില്ല. അപ്പം ചില സമയത്ത് നോക്കാറില്ല, ജസ്റ്റ് ഒന്ന് കയറി പോകും, അതേ ഉള്ളൂ. അപ്പം എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. ലൈവിൽ ഇതെന്ത്, ഞങ്ങൾക്ക് ലൈവിലിരിക്കുന്ന സമയത്ത് ഭയങ്കര ഉറക്കം പറ്റും, അതാണ് സംഭവം. അതെ, ഗ്രൂപ്പിലുള്ള ആരും വരില്ല ലൈവിൽ എപ്പോഴും. ഓക്കെ, മനസ്സിലായി. ഞാൻ ലിങ്ക് അയക്കുന്നു, അതാരെയും കയറി സബ് ചെയ്യണം. പക്ഷേ ആരുടെയൊന്നും കമന്റ് എനിക്ക് കാണുന്നില്ല. സബ് ചെയ്യുന്നുണ്ടോന്ന് തന്നെ അറിയില്ലല്ലോ, പിന്നല്ല കമന്റ് ഇടുന്നവര്. ലിങ്കിൽ കയറുന്നുണ്ടോ തന്നെ ഉറപ്പില്ലല്ലോ. ലൈവിൽ കയറിയാല് ചിലപ്പോൾ കമന്റ് ഇടുമായിരിക്കും, പക്ഷെ കമന്റ് ലൈവിലേ കയറുന്നുണ്ടാവില്ല. കുറച്ചു നേരം കൂടി ഇരിക്കുക, ആരെങ്കിലും വരുമായിരിക്കും. സൺഡേ അല്ലേ? അതെ അല്ല, ഈ സമയത്ത് പിന്നെ ഒന്നുണ്ട്, കൂടുതലും ലൈവ് ഇടുന്ന ആൾക്കാരൊക്കെ ലൈവിലായിരിക്കും. പിന്നെ ഞാന് ലൈവിൽ വന്ന് അറിയത്തില്ലല്ലോ. ഭയങ്കര ഉറക്കം വരുന്നുണ്ടല്ലോ. ലൈവിലിരിക്കുന്ന സമയത്ത് ഉറക്കം വരും എനിക്ക് നല്ലോണം. ആരെങ്കിലും വരുമായിരിക്കും. അതിൻ്റെ അടിയിൽ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കട്ടാ, ചിലപ്പോൾ ആർക്കെങ്കിലും പോയാലായില്ലേ. 101 ആൾക്കാർ ഓൾറെഡി വന്നിട്ട് പോയി കേട്ടാ. തീയതി എൻ്റെ റീഅപ്ലൈ ചാനൽ നോക്കാം. 28 തീയതിയാ, ഇന്നത്ര 24 4 ദിവസമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ചാനൽ നോക്കണമല്ലോ, ഇപ്പോൾ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്യണമല്ലോ. നോക്കട്ടെ, ഞാൻ ഇന്ന് നോക്കട്ടെ. ഞാൻ വേറൊരു ചാനലിൽ നിന്ന് ആഡ്സൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അവരും കാണുന്നില്ല. ഇപ്പോൾ ഓൾറെഡി ലൈവിൽ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. അപ്പം ഞാൻ ഓൾറെഡി ആഡ്സൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അവർക്ക്. അതെന്താ വെച്ചാൽ മോണിറ്റേഷൻ ആയതേട്ടാ. അത് നിങ്ങളെ പോലെ തന്നെ മുമ്പ് മോണിറ്റേഷൻ ആയിട്ട് റിജക്റ്റ് ആയിട്ട് രണ്ടാമത് മോണിറ്റേഷന് ആയതാണ്. റീയൂസ്ഡ് കണ്ടന്റ് കിട്ടിയിട്ട് അവരെന്നെ അത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവർക്ക് അറിയാലോ ഏതൊക്കെ വീഡിയോസാണ് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത്, ഏത് വീഡിയോ ആണ് ഇത് പ്രോബ്ലം ഉള്ളതെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പം എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അവർക്കറിയാവുന്നത് കൊണ്ട് അവരെന്നെ അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ അവരെന്നെ ക്ലിയർ ചെയ്തിട്ട് അവർക്ക് മനസ്സിലായ വീഡിയോസ് അവർ ക്ലിയർ ചെയ്തതിന് ശേഷം രണ്ടാമത് റീഅപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിയേട്ടാ. സമയം കിട്ടുമ്പോൾ ഡെയിലി ഒരു ടൈം വെക്കാം സപ്പോർട്ട് കേൾക്കാം. ഞാൻ സമയം കിട്ടുന്നത് എവിടെ സമയമില്ല, തീരെ സമയമില്ല. ഉച്ചക്ക് രാവിലെ ഉറങ്ങണം, രാവിലെ അല്ല രാത്രി ഉച്ചവരെ ഉറങ്ങണം. ഉച്ചയ്ക്ക് ശേഷം എണീച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി 11 ആവും വരുമ്പോൾ. അപ്പോൾ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടാകുമ്പോൾ പിന്നെ കഴിക്കണം, കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് സമയം കിട്ടാത്തത്. പിന്നെ ഫുഡ് ഡെയിലി പുറത്തുനിന്ന് കഴിക്കണം. ഡെയിലി പുറത്തുനിന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈവ് ഇടാൻ പറ്റും, പക്ഷെ എന്നാലും റിസ്ക് ആണത് ഡെയിലി പുറത്തുനിന്ന് കഴിക്കുന്നത്. ചില സമയത്ത് വയറിന് പിടിക്കൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലാണ് ഉണ്ടാക്കുന്നത്.
വേറെന്താണ്? ആരെങ്കിലും 7 ആൾക്കാർ ആരും ഇതുവരെ വന്നാൾ ലൈക്ക് അടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടാ. ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കണം. 1 മണിക്കൂർ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട്. അതേക്കാം. ഓക്കെ, ഒന്ന് ലൈക്ക് അടിക്കണം. ലൈക്ക് അടിച്ചിട്ടില്ലാന്ന് തോന്നുന്നല്ലോ. 7 ആൾക്കാർ ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. കുറെ ആൾക്കാർ ലൈക്ക് അടിച്ചിട്ട് ഓടിക്കളഞ്ഞു. നോക്കാം അത് ഉറപ്പായിട്ടും നോക്കാം. നിങ്ങളുടെ ഓൾറെഡി ഉറപ്പായിട്ടും നോക്കട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടാ. താങ്ക് യു. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടുണ്ടാവും. അല്ല, ഇനി മുന്നേ കുറെ 18-20 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആളായിരിക്കൂല. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറെ ലൈവ് ഇങ്ങനെ ഓടിപ്പോവും. അപ്പൊ അവർ ചിലപ്പോൾ ലൈക്ക് അടിക്കാനൊന്നും നിൽക്കത്തില്ല. ഇതാരപ്പോ ഇവനെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ കുറെ ആൾക്കാർ പോകുന്നുണ്ടാവും. ലൈവില് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ലൈവ് പോവല്ലോ. അപ്പൊ അങ്ങനെ ഞാനും മിഞ്ഞാന്നൊരു കിഡ്സ് കുട്ടികളൊരു പാട്ടിട്ട് അതിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസമല്ല, ഇപ്പം കുറേ ദിവസമായി, 20 ദിവസമായി. പെട്ടെന്ന് റീച്ച് കയറി കേട്ടോ. ഇനി ആ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്നും ഇടാൻ കാണിച്ചു തരാം. കാണുന്നില്ലേ? അത് കാണാത്ത ഉൾട്ടായിട്ടാണെന്ന് തോന്നുന്നില്ല. കാണുന്നില്ല. പെട്ടെന്ന് റീച്ച് കയറി കേട്ടാ. റേറ്റിംഗ് 4K കിട്ടിയേട്ടാ. 4K ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. വ്യൂസ് 4K വ്യൂസ് കിട്ടി. ആകെ 40 സബ്സ്ക്രൈബർ ഉള്ളൂ കേട്ടാ. ഈ പാട്ടാണിത്. ഈ പാട്ടായിരുന്നു. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ആ പാട്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വ്യൂസും കയറിയത്. പിന്നെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കും. അപ്പം ഇങ്ങനത്തെ നല്ല അടിപൊളി പാട്ടെല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നല്ല കണ്ടന്റ്, നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആരും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തെടുത്തെങ്കിലും കുഴപ്പമില്ല. കണ്ടന്റ് നല്ല ക്വാളിറ്റി, ക്ലാരിറ്റി വേണം. അതന്നെ. ഇപ്പം ഇതൊക്കെ AI ആണ്. എൻ്റെ ഒരു ഇതുമില്ല. AI വീഡിയോ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു, AI പാട്ട് നിർമ്മിച്ചു. അത് 2 മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ കുറേ പാട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇതിൽ കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട് അത് വലിയ ഓടിയിട്ടില്ല. ആനയുടെ പാട്ട്. ഇതാണ് സംഭവം. എന്നാലും വരും, ഓടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഗ്രോക്ക് വെച്ചിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഉള്ള വീഡിയോസ്. പക്ഷെ നിരന്തരമായിട്ട് ചെയ്യണം. ഈ 1-2 വീഡിയോസ് ഇട്ടിട്ട് മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ റീച്ച് കിട്ടത്തില്ല. അപ്പോൾ അതാണ് സംഭവം. ഞാൻ പിന്നെ അത് ചുമ്മാ എപ്പോഴെങ്കിലും ഒരു അപ്ലോഡ് ചെയ്യും. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടായിരിക്കും. പിന്നെ പറഞ്ഞത് ഓക്കെ. ഇവിടെ എന്ത് കിട്ടത്തില്ല എന്ന് മനസ്സിലായില്ല. സൂപ്പർ സോങ് എന്ന് പറയുന്നുണ്ട്.
ഓ വൈറ്റ് ഗ്രേഡ് കിട്ടത്തില്ല അവിടെ? അതെന്താ വൈറ്റ് ഗ്രേഡ് കിട്ടാതെ ഇരിക്കാൻ സാധ്യത ഇല്ലല്ലോ? വൈറ്റ് ഗ്രേഡ് എല്ലായിടത്തും കിട്ടുമല്ലോ, അവിടെ ഇല്ല? അതറിയില്ല കേട്ടോ എനിക്ക്. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ ലൈവ് ഇട്ടിട്ട്, അപ്പോൾ ലൈവില് ഇപ്പൊ കണ്ടില്ലെങ്കിലും പിന്നീട് ആൾക്കാർ കയറുന്നുണ്ട് വന്നിട്ട്. ഞാൻ ഓരോ AI റിലേറ്റഡ് ചെയ്തു. റെഡ് ഡ്രസ് ഇതിലുണ്ടോ? റെഡ് ഡ്രസ് AI വീഡിയോസ് ചെയ്തു. ഞാൻ കണ്ടില്ലല്ലോ. ഷോർട്സ് ഞാൻ കണ്ടില്ലല്ലോ. ഷോർട്സ് ആണോ? AI റീൽസ് ഷോർട്സ് ആണല്ലോ, മുന്നേ ആയിരിക്കും അല്ലേ? അതന്ന് ഇതാണോ? ഞാൻ മുന്നേ കണ്ടിനല്ലേ, നിങ്ങൾ അച്ഛനിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഹായ്, ആരോ ഒരാൾ വന്നിട്ടുണ്ട്. മൊബൈലിൽ കമന്റ് വായിക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസ്. ഹായ്, ലൈക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ഹാർട്ടെല്ലാം ഇട്ടിട്ടുണ്ട്. വേറാണ് ലൈക്ക് 8 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ ആരാണിത്? വൈറ്റ് ഗ്രേറ്റ്. വൈറ്റ് ഗ്രേറ്റ്. ഓ വൈറ്റ് ഗ്രേറ്റില്ല, പിന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ഗ്രേറ്റ് കിട്ടുന്നില്ല എന്നല്ലേ പറഞ്ഞേ? കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഖത്തറിൽ കിട്ടുന്നില്ല, അറിയില്ല ടാങ്ക് അവിടെ കിട്ടത്തില്ല ഉണ്ടോന്ന് അറിയില്ല. ഹാർട്ട് ഇട്ടിട്ടുണ്ട് വേറൊരാള്, ജസീല. ഓക്കെ, ജസീലിന്റെ ഞാൻ ഓൾറെഡി ചാനല് ആ ഷോർട്സ് സാധാരണ കാണലുണ്ട് കേട്ടോ ജസീലിന്റെ. പക്ഷെ അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ആ നിങ്ങൾ കൊടുക്കുന്ന ഇമേജ് ഇല്ലേ, ഇമേജ് ടെക്സ്റ്റ് ജസീലിനോട് കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ, നല്ല അടിപൊളിയായിരിക്കും. സോങ് ഇടുന്നില്ല, സോങ് അത്. ഇതാരാണ്? പുതിയ അനുബന്ധ ബ്ലോഗ്. അന്നുപദൻ ബ്ലോഗ്. ഓക്കെ, ചെയ്തു. എന്ത് ചെയ്തു മനസ്സിലായില്ലല്ലോ എനിക്ക് എന്ത് ചോദിച്ചതെന്ന്. നോക്കട്ടെ കമന്റ് എന്താണ് പറഞ്ഞത്. ചിമ്മിൻ ഹായ് എന്ന് പറയുന്നുണ്ട്. ഇത് ചിമ്മിൻ ബ്രോ, ചിമ്മിൻ വ്ളോഗിനെ അറിയുന്ന ആളാണ് കേട്ടോ. ജിസൈൽ ബ്രോ ഹായ് എന്ന് പറയുന്നുണ്ട്. ചിമ്മിൻ വ്ളോഗിനോട് ഹായ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരിത് ചാനൽ എനിക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് തോന്നി. ഈ ലോഗോ ഇത് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഞാനാണോ? ഞാൻ യൂട്യൂബ് ടിപ്സ് ചാനലാണ്. ഞാൻ വിചാരിച്ച് നമ്മൾ അറിയുന്നതാണോ? അനൂപതൻ. ഓക്കെ, അനൂപതൻ അങ്ങനെയാണോ? ഓക്കെ. വന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ യൂട്യൂബ് ടിപ്സ് ചാനലാണ് കേട്ടാ. അപ്പോൾ ഇത് നമ്മളെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ട് ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ. അനൂപ് എന്ന് റിട്ടേൺ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സബ്സ്ക്രൈബർ ഉള്ളൂ കേട്ടാ. 135 വീഡിയോ. 1K സബ്സ്ക്രൈബർ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീഡിയോസ് എന്താണ് സംഭവം? വീഡിയോസ് നോക്കട്ടെ കേട്ടാ. ഇത് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. വീഡിയോ ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ. ഞാൻ ഇങ്ങനെ ചാനലെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ലൈവാണ്. ലൈക്ക് 9. ഓക്കെ ജ്യോതി, ലൈക്ക് 9. ഓക്കെ താങ്ക് യു. ഹായ് ചിമ്മിൻ എന്ന് വിളിക്കുന്നുണ്ട്. ചിമ്മിനെല്ലാം പോയാ? ഒരാളെ മാത്രമേ ഇവിടെ ഓൺലൈനിൽ കാണുന്നുള്ളൂ കേട്ടാ.
ലൈക്ക് 9 എന്ന് പറയുന്നത് ഇപ്പാണ് എല്ലാവർക്കും കുറച്ച് ആൾക്കാർക്കെല്ലാം അറിഞ്ഞത്. അപ്പോൾ അതാണ് സംഭവം. ഞാൻ ഏത് സമയത്ത് വരുന്ന ആർക്കും ഒരു പിടിയില്ല. ജ്യോതി വ്ളോഗ് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബർ കയറിയിട്ടുണ്ടല്ലോ 9. ഞാനുണ്ടെന്ന് പറയുന്നുണ്ട്. വാച്ചിങ് അവേഴ്സ് ഫുള്ളായി. ആ ഓക്കെ 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 ഓക്കെ, ഞാൻ കണ്ടു. ചിമ്മിൻ ബ്ലോഗ് ഇവർ ഓൾറെഡി വാച്ചിങ് അവേഴ്സ് ഫുള്ളായി, സബ്സ്ക്രൈബർ ഇല്ല. അതാണ് സംഭവം. ഒരു 100 സബ്സ്ക്രൈബറും കൂടി ആയാൽ മതി അല്ലേ. വാച്ചിങ് അവേഴ്സ് 4000 കഴിഞ്ഞ 4000 ആയിട്ടില്ലല്ലോ, 3000 അല്ലേ. ഹാഫ് മോണിയായി. ആ ഓക്കെ ഓക്കെ, ഹാഫ് മോണി മനസ്സിലായി. എനിക്കും എനിക്ക് ആയില്ല സാർ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത് 4000 ആയിട്ട് ആയാലും ഓക്കെ അല്ല. അപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ വാച്ചിങ് അവേഴ്സ് ഫുള്ളായി. 4000 ആയിട്ടില്ലല്ലോ. എല്ലാവരും വായോ. ഹാഫ് മോണിയായി കഴിഞ്ഞു. ഇന്നലെ 4000 കഴിഞ്ഞു. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് പേടിക്കണ്ട കേട്ടാ. 4000 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് 2-3 മാസം കൊണ്ടല്ലേ, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മോണിറ്റേഷൻ ആയി കിടക്കാം. ഇനി 100 സബ്സ്ക്രൈബർ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. അല്ലാണ്ട് ഞാൻ സബ്സ്ക്രൈബർ തരുന്നത് ചിലപ്പോൾ ബോട്ടായിരിക്കും, അത് നിങ്ങളെ വീഡിയോസ് കാണത്തില്ല. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ജെനുവിനായിട്ട് സബ്സ്ക്രൈബർ വരട്ടെ. എന്നൊരു കുറച്ചല്ല വേണ്ട, ഒരു 100 വേണ്ട. അത് ആയിക്കഴിഞ്ഞാൽ മോണിറ്റേഷൻ ആക്കാട്ടെ. 2 മാസം കൊണ്ട് മോണിയായി. അതാണ് സംഭവം. ലൈവിൽ 2 മാസം കൊണ്ട് മോണിറ്റേഷൻ. ഞാൻ കണ്ടു. അത് ചിമ്മിൻ ബ്ലോഗിനോട് പറഞ്ഞതാന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും വായോനിടെ ഒരാളേ ഉള്ളൂ. ആരെടുത്താണ് എല്ലാവരും വായോ എന്ന് പറയുന്നത്. അതിന് എൻ്റെ ലൈവ് ഗെയിമിംഗ് ഓപ്പൺ ആക്കും. ശ്രീനിക വ്ളോഗാണ് ഞാൻ. അത് ചിമ്മിൻ വ്ളോഗ്, ശ്രീനിക വ്ളോഗ് എന്നാണ് ഇരുന്ന് ചാനല്. അപ്പോൾ അവരെ ഓൾറെഡി ചാനല് ഡിലീറ്റ് ആയി പോയതാണ് അല്ലേ. ഡിലീറ്റ് ആയി പോയതാണ്. പക്ഷെ അതിൽ കുറേ പാഠങ്ങൾ പഠിച്ചു അവർ. ആ ചാനലിൽ കുറേ പാഠങ്ങൾ പഠിച്ചു, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം കൂടി പഠിച്ചതിന് ശേഷം പുതിയൊരു ചാനൽ തുടങ്ങി എത്ര 2 മാസമല്ലേ, 2 മാസം കൊണ്ട് വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആയി. സബ്സ്ക്രൈബർ മാത്രമേ ആവാനുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്, ഒരു പാടാണ്, ഒരു പഠിക്കാനുള്ള ഒരു ഇതാണ്. റീയൂസ്ഡ് ആയതാണ്. പക്ഷെ രണ്ടാമത്തെ ചാനൽ അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു, അത് സക്സസ് ആയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് പഴയ ചാനലിൽ തന്നെ പിന്നെ ഉരുട്ടി കളിക്കുന്നില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ബ്രോൻ്റെ ലൈവിൽ എന്താണ് ഇടുന്നുള്ളത് ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ലൈവ് നോക്കുന്നുണ്ട്. എന്താണ് ഇടുന്നുള്ളത് ലൈവിൽ, എന്താണ് ഉള്ളത്? റിയൂസ്ഡ്. അതെ, ഞാൻ മറന്നുപോയി. കുറേ ആൾക്കാരുണ്ടല്ലേ. അത് കുഴപ്പമൊന്നുമില്ല, അത് കിട്ടും. അതെ, ന്യൂ തുടങ്ങിയതാണ് നല്ലത്. ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യുന്ന സമയത്ത് ആ സമയം വരെ, ആ 3 മാസം ഗ്യാപ്പിൽ നമുക്ക് വേറൊരു ചാനൽ തുടങ്ങിയിട്ട് കുറച്ചും കൂടി ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് സംഭവം. ഞാൻ ലൈവ് കണ്ടു. ബ്രോന്റെ ലൈവ് കണ്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ലൈവ് ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെന്തോ സ്റ്റാച്ച് പോലെ സ്റ്റിക്കർ ഇട്ടില്ലേ, അത് ഇടുമ്പോൾ മാത്രം കുറച്ച് ജാഗ്രത ആക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല.
യൂട്യൂബ് ചിലപ്പോൾ മാസ് പ്രൊഡക്ഷൻ തരും, എന്തോ ഒരു കണ്ടന്റും ഇല്ലയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒന്ന് മാത്രം ജാഗ്രത സൂക്ഷിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വോയിസ് ഇല്ലാതെ വിടരുത് ലൈവ്, ബാക്കിയെല്ലാം ഒക്കെയാണ്, ലൈവൊക്കെ ഓക്കെയാണ്. ഓക്കെ, അതൊക്കെ ഞാൻ കണ്ടു. ഹായ് ഹായ്, ഇതാണ് മറ്റേ ചാനൽ. അതെ അതെ അതെ, ശ്രീനികാർ ഓക്കെ, ശ്രീനികാർ ബ്ലോഗ്. അത് എത്ര 3 മാസത്തെ ഓൾറെഡി ടൈം വന്നതിൽ ലൈക്ക് 10 ഒക്കെ ഉണ്ട്. നിങ്ങൾ ആ ചാനലിൽ കയറിയിട്ട് 10 അടിച്ചാൽ ഓക്കെ താങ്ക് യു. അതെ അതെ, അത് 2000 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു കേട്ടോ. അതിലെന്താണ് ഡിലീറ്റ് റിമൂവ് ആക്കേണ്ടല്ലോ, റിമൂവ് ആക്കിനാ ഞാൻ പറഞ്ഞത്, അതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. മെയ് 31 കൊടുക്കണം, മെയ് 31 ഓക്കെ. മെയ് 31 അല്ല, അതിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, വേറെന്താണ്? എന്ത് ഡിലീറ്റ് ആക്കിയെന്നാ പറഞ്ഞത്? ക്ലിയർ ആയിന്നല്ലേ? ഓക്കെ ഡൺ. പിന്നെ വേറെ ആരും ഇല്ലല്ലോ ലൈവിൽ, ആരും വരാതെ വെറും കൊടുത്തു നോക്കാം. അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പഠിക്കാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ അത് മെയ് 31 മെയ് 31 28 ഇവർക്ക് 28 ചിമ്മിൻ ബ്ലോഗിൻ്റെ. അപ്പോൾ സംഭവം എന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ചിമ്മിൻ ബ്ലോഗും 2 പേരും അറിയാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാനുണ്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പേ ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെക്കണം കേട്ടോ. പെട്ടെന്ന് ഇന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നാളെ അപ്ലൈ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് അപ്ഡേറ്റ് ആയിട്ട് വരുമ്പോൾ നെക്സ്റ്റ് വീക്ക് ആവും. അപ്പോൾ അതിനായിട്ട് മുമ്പ് ക്ലിയർ ചെയ്യണം. അപ്പോൾ ചിമ്മിൻ ബ്ലോഗിൻ്റെ ഞാൻ ഇന്ന് നോക്കാം കേട്ടോ, ക്ലിയർ ചെയ്തിട്ട് ഞാൻ നോക്കാം. ഇന്ന് നോക്കിയാൽ ഇനിയിപ്പോൾ മെയ് 24 അല്ല, 25, 26, 27, 28 എന്നിട്ട് 4 ദിവസം ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നോക്കാം ഞാൻ. പിന്നെ വേറെന്താണ്? വേറെ ആരില്ലല്ലോ, എല്ലാവരും പോയാ, 2 ആളും പോയാ. പക്ഷെ കിട്ടിയിട്ടും പ്രയോജനമില്ല, ഡോളർ കയറാൻ പ്രയാസമാണ്, ശരിയാണ്. പക്ഷെ അത് നല്ല വ്യൂസ് വേണം, നല്ല വ്യൂസ് കൊണ്ടുവരാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ തട്ടിക്കളരുത് ചാനലിനെ. എന്താ വെച്ചാൽ ഡോളർ കയറാനുള്ള വഴി നമ്മൾ അതേപോലെ ലൈവിലും ഡെയിലി ഒരു ലൈവിൽ തന്നെ ഒരു ദിവസം ലൈവ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ലൈവ് ഇടുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 2K 3K വ്യൂസ് വന്നാൽ മതി. ഡെയിലി ലൈവും ഷോർട്സും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വന്തമായിട്ടുള്ളത്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, ഡോളർ ഇങ്ങനെ $1, $2, $3, $5 ഇങ്ങനെ കയറും. അത്രേ കയറുള്ളൂ. ഇപ്പോൾ 2K 3K എല്ലാം വ്യൂസ് വന്നു കഴിഞ്ഞാൽ പോയിന്റ് വെച്ചിട്ടേ കയറുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു മാസം കണക്കൂട്ടിയാൽ മതിയല്ലോ. ഒരു മാസം കണക്കൂട്ടുമ്പോൾ എന്തായാലും ഒരു $30 ആവുമെന്ന് വിചാരിച്ചോ ഡെയിലി വീഡിയോ ഇടാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 2 മാസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഒരു $100 പൈസ കിട്ടും. അങ്ങനെ കണക്കൂട്ടിയാൽ മതി. അല്ലാണ്ട് നമുക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് $100 തന്നെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പം നമുക്ക് ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇപ്പം നമുക്ക് $100 ആയില്ല എന്ന് വിചാരിച്ചോ, $30 ആയി എന്ന് വിചാരിച്ചോ, ഒരു മാസം $30 ആയാൽ പോലും നമുക്ക് 3000 രൂപയാണ് ആയത് മാസത്തിൽ. അത് ചിന്തിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് മാസം അത് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് മാസം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ $30 കിട്ടിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ $60 ആയല്ലോ, ആഡ്സൻസിൽ ആഡായല്ലോ. രണ്ടാമതൊരു മാസം കൂടി നമുക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു ഇതേപോലെ $20, $30 ആയി, $90 ആയി. പിന്നെ ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 4 മാസം കൊണ്ടെങ്കിലും നമുക്കൊരു $100 9,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതല്ല വലുത്. അങ്ങനെ ചെയ്യാട്ടാ, പ്രശ്നമൊന്നുമില്ല. ആണോ തിരിച്ചെടുത്തോ എന്താണ് മനസ്സിലായില്ലല്ലോ. തോന്നിയെന്ന് പറയാം, അത്രേ ഉള്ളൂ. മോണിയായെന്ന് പറയാം. ഓക്കെ.
ജിമ്മിനായി ആയത് അല്ലേ ചിമ്മിൻ ബ്ലോഗിന് ഓൾറെഡി മോണി ആയതായിരുന്നു. പക്ഷെ ചെറിയൊരു പ്രശ്നം വന്നു, റിയൂസ്ഡ് കണ്ടന്റ് വന്നു കേട്ടാ. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് അപ്ലൈ ഇപ്പം മറ്റന്നാൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ മോണിയായി കഴിഞ്ഞിട്ടും സ്ക്രീൻ കാസ്റ്റ് ലൈവ് ഇടുന്ന സമയത്ത് നിങ്ങളെ സ്വന്തം വീഡിയോസ് ഇടണം. എന്ത് വീഡിയോസ് ആണെങ്കിലും നിങ്ങളെ സ്വന്തം വീഡിയോസ് ആയിരുന്നെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടത്തില്ല. പിന്നെ റിപ്പീറ്റ് ആയിട്ട് രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ വീഡിയോസ് അതേ വീഡിയോസ് റിപ്പീറ്റ് ആയിട്ട് ഇടരുത്. അത് രണ്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വേറൊരാളെ വീഡിയോ അയക്കരുത്, നിങ്ങളെ വീഡിയോസ് തന്നെ രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് ഇടരുത്. പുതിയ വീഡിയോ പുതിയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും കേട്ടാ. പിന്നെ അല്ലാണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സ്റ്റാച്ചു പോലെ ഒന്നും മൂവ്മെന്റ് ഇല്ല, വോയിസ് ഇല്ല, ഒന്നുമില്ല, വെറും ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്തിട്ട് മാത്രം ഇടരുത് കേട്ടാ. അങ്ങനെ ഇപ്പൊ ഞാൻ വേറൊരു ചാനലിൽ ഞാൻ ഇന്നിപ്പോ മോണിറ്റൈസേഷൻ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട്. അതിലവർ ചെയ്തിരിക്കുന്നത് എന്താണ്, എഴുതിയിട്ട് ഓരോ ക്വസ്റ്റ്യനും എഴുതിയിട്ട് വെച്ചിരിക്കുകയാണ് വീഡിയോസിൽ. എന്നിട്ടാണ് അവർ മോണിറ്റൈസേഷൻ ചെയ്തെടുത്തത്. ചാനൽ എവിടെയോ ഉണ്ട്, നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അവർ ഇന്നാണ് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് തന്നത്. പിന്നെ മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുക്കാനുള്ളത്. മോണിറ്റൈസേഷൻ ഓൾറെഡി കിട്ടി, അതിപ്പോൾ ഇത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇത് ആഡ്സൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, കുറേ സമയം 1 മണിക്കൂറായി ലൈവ്. അപ്പോൾ ലൈവ് കട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവിൽ വന്ന എല്ലാവർക്കും ടാക്സ് ഇൻഫർമേഷൻ എപ്പോൾ കൊടുക്കണം? മോണിറ്റൈസേഷൻ ആയതിനു ശേഷം. മോണിറ്റൈസേഷൻ ആയില്ലല്ലോ. മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ആഡ്സൻസ് ആഡ് ചെയ്യണം. ആഡ്സൻസ് ആഡ് ചെയ്തതിന് ശേഷം ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കണം. അങ്ങനെയാണ്. താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ആണോ, ഞാൻ കൊടുത്തിട്ടില്ല. കൊടുക്കാൻ മോണിറ്റൈസേഷൻ ആയിട്ടില്ലല്ലോ. നിങ്ങളെ 4000 ആയിട്ടില്ലല്ലോ. ഈ ചാനലിലാണ്, ശ്രീനിക ബ്ലോഗ് ചാനലിലാണ്. അത് മോണിറ്റൈസേഷൻ കട്ടായല്ലോ, റിയൂസ്ഡ് കണ്ടന്റ് വന്നല്ലോ. അതെല്ലാം കൊടുത്തതിന് ശേഷം റിയൂസ്ഡ് കണ്ടന്റ് വന്നില്ലെങ്കിൽ മാത്രമാണ് ആഡ്സൻസ് ക്ലിയർ ചെയ്യേണ്ടത്. ജ്യോതി വ്ളോഗ് ഫുൾ മോണിറ്റൈസേഷൻ ആയില്ലല്ലോ. അത് 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ചെയ്യാട്ടാ. മനസ്സിലായില്ല എനിക്ക് എന്താണ് പറഞ്ഞത്? ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഫുള്ളായതിനു ശേഷം മാത്രം ആഡ്സൻസ് അപ്രൂവൽ. അത് ആഡ്സൻസ് നമ്മൾ ആഡ് ചെയ്യുന്നല്ല, ആഡ്സൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് അപ്രൂവൽ കിട്ടും. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ റിയൂസ്ഡ് കണ്ടന്റ് വരും. അപ്പോൾ റിയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ആഡ്സൻസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആഡ്സൻസ് ടാക്സ് ഇൻഫർമേഷനിൽ കൊടുത്തിട്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ കേട്ടോ. വേറെ നിങ്ങൾ ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഒന്നിൽ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല, മറ്റതിൽ റിയൂസ്ഡ് കണ്ടന്റ് വന്ന് കിടക്കുകയാണ്. അത് അപ്രൂവൽ, റിയൂസ്ഡ് കണ്ടന്റ് ഇല്ല, ക്ലിയർ ആണ്. അപ്രൂവൽ ആയതിനു ശേഷം മാത്രമാണ് ആഡ്സൻസ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. ഉറക്കം വരുന്നുണ്ട്.